നമ്മളിലൂടെ അവിടുന്ന് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവവുമായുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധം ഫലപ്രദമാകുന്നത് ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശശുദ്ധിയിൽ തന്നെയാണ്. അതായത് ഏകകർത്താവായ ദൈവത്തെ മറക്കാതെ ജീവിതം നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും യേശുക്രിസ്തുവിന്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിന്റെ നിറവിലും ഉറച്ച ബോധത്തിൽ ആഴപ്പെട്ട ശിഷ്യന്മാർ മുഴുവൻ തങ്ങൾക്ക് ലഭിച്ച ആത്മീയവരങ്ങളെ ആളെത്തിക്കുന്നത് തെസ്സലോനിക്കരുടെ കാഴ്ചപ്പാടിനെയും പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തവരാണ്. തങ്ങൾക്ക് ലഭിച്ചത് പകർന്നു നൽകുമ്പോൾ ഉയർച്ചയും അഭിവൃദ്ധിയും കഴിയുന്ന ദൈവിക ഉൾക്കൊള്ളാൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 2-ാം വായനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് മാനുഷികമായ നിയമ സംവിധാനങ്ങൾക്ക് നാം എപ്രകാരമുള്ള നിലയും വിലയുമാണ് കൊടുക്കേണ്ടത് എന്നാണ്. ഫരിസേയർക്കും നിയമജ്ഞർക്കും യേശുവിന്റെ പ്രബോധനങ്ങളെയും അവിടുത്തെ സൗഖ്യദായകമായ അത്ഭുതവാഹമായ സ്നേഹദായകമായ ആശ്വാസദായകമായ സമീപനങ്ങളെയും ഒന്നും സ്വീകരിക്കുവാനും കഴിയാതെ വന്നു. അതിനാൽ വളഞ്ഞ വഴിയിലൂടെ യേശുവിനെ വാക്കുകളാൽ കൊടുക്കുവാൻ അവർ ചോദ്യം ചെയ്തു. അവരുടെ കാപട്യം തിരിച്ചറിഞ്ഞ യേശു രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ ദൈവിക പ്രമാണങ്ങളെ അതാത് മേഖലകളിൽ അവ അർഹിക്കുന്ന ഗൗരവത്തോടും സത്യസന്ധതയോടും കൂടി നിർവഹിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. നിയമങ്ങളുടെ ക്രമബദ്ധമായ അഥവാ താളം തെറ്റിയ ക്രമക്കേടുവരുത്തുന്നത് തികഞ്ഞ പരാജയത്തിലായിരിക്കുമെന്ന് രണ്ടും ഒരുപോലെ സ്വീകരിക്കാനുള്ള തുറന്ന മനോഭാവത്തിന്റെ ഉടമകളായി തീരാനുള്ള ജാഗ്രത നമുക്കുണ്ടാകണമെന്ന് യേശുവിന്റെ വാക്കുകളിൽ തന്നെ കാണാം. അധികാരം ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവ അനുസരിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് ഏവർക്കും ഉത്സുകരാകാം. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന വിവിധമായ ക്രമപ്പെടുത്തലുകളും അനുശാസനങ്ങളും എല്ലാം തന്നെ സ്വീകാര്യമാകട്ടെ. നമ്മുടെ ഉണർവും ജാഗ്രതയും മന്ദീഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ദീർഘ സമീപന രീതി നമ്മൾ വെളിപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്ന വിശുദ്ധ തോമസ് ലീഹയുടെ നാമധേയത്തിലുള്ള 9-ാം യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും സർവ്വാത്മന ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ഇടവക മക്കളെ മുഴുവൻ സ്നേഹത്തോടെ ഓർക്കാം. ലോകം മുഴുവൻ വിശദീകരിക്കപ്പെടട്ടെ. ഹൃദയം തുറന്ന് ഏവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യവരിൽ നമുക്ക് പങ്കു ചെയ്യാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Amen.
ത്യാഗത്തിൻ പുണ്യബലി, സ്നേഹത്താതെന്തിത് ബലി, ഇതു ത്യാഗത്തിൻ പുണ്യബലി, സ്നേഹത്താതെന്തിത് ബലി. ഒരു മനമോടണയാ ദൈവത്തിനീ ബലി അർപ്പിച്ചിടാം. ഒരു മനമോടണയാ ദൈവത്തിനീ ബലി അർപ്പിച്ചിടാം. സ്നേഹത്തോടെ ബലി അർപ്പിച്ചിടാം. ദൈവമേ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിച്ചു, എന്തെന്നാൽ അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് ചെവിച്ചായ്ച്ചൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. കർത്താവെ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങേ ചിറകിൻ്റെ നിഴലിൽ എന്നെ സംരക്ഷിക്കണമേ. യേശുവിൻ്റെ സജീവമായ സാന്നിധ്യം കരുതുമെന്നൊന്ന് എന്ന വലിയൊരു ചിന്തയിലേക്ക് കടന്നു വരുവാൻ നമുക്കൊരുങ്ങാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ നിങ്ങളോടുകൂടെ സഹോദരരെ, ഇത് രഹസ്യം തക്കതായ ഒരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. എനിക്ക്
അന്യരാണെന്ന് ന്യായവാദവും ചെയ്യില്ല. പാപകാരണം അന്യരാണെന്ന് ന്യായവാദവും ചെയ്യില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടും പാപം ധ്യാനിച്ചു ചൊല്ലിടാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി നന്ദി ചൊല്ലുന്നിവക്കാൾമയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജ്യമേ. സർവ്വശക്തനാം ദൈവമേ, നാഥനവങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാതേ വസൂനുമേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപമേ നന്ദാവേ, കാരുണ്യം തൂകണേ ഞങ്ങളെ. ലോകത്തിൻ പാപമേ നന്ദാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർമ്മലം പാദത്തിലുന്നിടും
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങൾ എപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിനനുസൃതമാക്കി തീർക്കുവാനും ആത്മാർത്ഥ ഹൃദയത്തോട് അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്ക് ഇടവരുത്തേണ്ടവേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത് കൈ താൻ വിരിയിച്ചിരിക്കുന്നുവോ തന്നെ അനിഷ്ടനായ ആ സൈന്യത്തിനോട് കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബിൽ താൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനു വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിൽ വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ അറിയുന്നു. കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുമില്ല എന്നറിയുന്നതിന് വേണ്ടി തന്നെ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ജനങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൽ നിന്ന് വരുന്നു എന്ന് ഉദ്ഘോഷിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടിസ്തുതിക്കട്ടെ. ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൽ നിന്ന് വരുന്നു എന്ന് ഉദ്ഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്, സകല ദേവന്മാരെക്കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സൃഷ്ടാവാണ്. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യഭോജനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയും അത്രേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കട്ടെ. Hallelujah.
കൂടെ അങ്ങേ ആത്മാവോടും കൂടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ പോയി യേശുവിനെ എങ്ങനെ വാക്കി കൊടുക്കാമെന്ന ആലോചന നടത്തിയിരുന്നു. അവർ തങ്ങളുടെ അനുയായികളെ ഹെരോദോസ് പക്ഷക്കാരോട് അവൻ്റെ അടുത്ത് അയച്ചു ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെ മുഖം നോക്കാതെ നിർഭയനായ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്ക് എന്തു തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവരൊരു ധനാറ അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസണുള്ളത് സീസണും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷവചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യപ്പെടുമാറാകട്ടെ. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആണ്ടുവട്ടത്തിലെ 29ാം ഞായറാഴ്ച നമ്മളിന്ന് ആചരിക്കുകയാണ്. കർത്താവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ക്രിസ്തുവിൻ്റെ ഈ അൾത്താരയിലൂടെ നമ്മളിന്ന് തിരുമുല്ലവാരം ഇടവ മക്കളായ നമ്മൾ, ഏറെ പ്രത്യേകിച്ച് 9ാം യൂണിലെ കുടുംബാംഗങ്ങൾ നമ്മൾ ചേർന്ന് ഇടവയ്ക്കും സമൂഹത്തിനും രൂപതയ്ക്കും ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകുന്ന വചനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. 9ാം യൂണിലെ കുടുംബാംഗങ്ങൾ എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ദേവാലയ ആശീർവാദ കർമ്മത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. ദൈവം ഇത്ര മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഈ ദേവാലയം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ, നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പരിശ്രമിച്ചു എന്നും അതിൽ സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ന് ഈ അൾത്താരിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും, ഏറെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കർത്താവായ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ദൈവിക സന്നിധിയിലേക്ക് കടന്നു വരുന്ന സൈറസ് എന്ന് പറഞ്ഞ രാജാവിനെ നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ വിളി എത്രമാത്രമാണെന്നും അത് സുരക്ഷിതത്വമല്ല എന്നും ഇന്നത്തെ ഈ ഒന്നാമത്തെ വായന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിസുരക്ഷിതത്വം പേറുന്ന ഒരു വാക്യം ഇന്ന് കർത്താവായ ദൈവം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേലിന് വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിൻ്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാനുഷികമായ ചിന്തകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ചിന്ത. ഒരുപക്ഷെ കുറവുകളും പോരായ്മകളും ഉള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മളെ എത്രമാത്രം കാക്കുകയും കരുതുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഇന്ന് സൈറസ് എന്ന് പറഞ്ഞ രാജാവിനെ തൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പ്രവാചക ദൗത്യത്തിലേക്ക് വിളിക്കുന്നതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിന് വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ എത്രമാത്രം താഴ്മയോടുകൂടി അല്ലെങ്കിൽ എത്രമാത്രം നീചമായ അവസ്ഥയിൽ പോലും ജീവിച്ചാൽ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈവപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഇന്നത്തെ വചനം നമുക്കെല്ലാവർക്കും ഒരു ഉന്മേഷം പകരുന്ന വചനമാണ്. നമ്മൾ ആരും ദൈവത്തിൽ നിന്ന് അന്യരല്ല, ദൈവത്തിൻ്റെ മക്കളല്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുതാണ്. നമ്മുടെ പേരുകളെല്ലാം തന്നെ ദൈവത്തിന് അറിയാമെന്നും ആ പേരുകളാലാണ് ദൈവം നമ്മളെ വിളിക്കുന്നതെന്നും ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തന്നെ നമ്മൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ജീവിക്കുകയും പാലിക്കുകയും നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുകയും ചെയ്യണമെന്ന് കർത്താവായ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ യേശുനാഥനെ ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനം നമ്മളോട് ഇപ്രകാരമാണ് പറയുന്നത്: നീ സത്യവാനാണെന്ന് അവർ അനുഭവിച്ചറിഞ്ഞു. ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. എന്നിട്ടും ചില കാര്യങ്ങൾ മനുഷ്യരെന്ന രീതിയിൽ ദൈവം ആണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടിയും
എന്നാൽ ഒരു കാര്യം ചോദിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഈ ഹെറോദോസ് പക്ഷക്കാരെയും പരിസേരെയുമാണ് നമ്മളിന്ന് കാണുന്നത്. ചോദ്യം ഇതാണ്, സീസറിന് നികുതി കൊടുക്കണമോ? സീസറിന് നികുതി കൊടുക്കണം. തീർച്ചയായിട്ടും കർത്താവായ യേശുനാഥനെ വെട്ടിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായ ഒരു ചോദ്യവുമായിട്ടാണ് ഈ ഹെറോദോസ് പക്ഷക്കാരെയും യഹൂദരും അതുപോലെ തന്നെ പരിസേരുമൊക്കെ കടന്നു വരുന്നത്. വ്യക്തമായ ജീവിതത്തിൻ്റെ ദിശാബോധമുള്ള കർത്താവായ യേശുനാഥൻ വ്യക്തതയോടുകൂടി ആ ഒരു ലിഖിതം കൊണ്ടുവരുവാൻ, ഒരു നാണയത്തൊട്ട് കൊണ്ടുവരുവാൻ പറയുമ്പോൾ അത് കൊണ്ടുവരികയും അതിൻ്റെ ജീവിതത്തിൽ അതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആരുടേതാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നതോടുകൂടി അവരുടെ കാപട്യം അവിടെ അഴിഞ്ഞു വീഴുകയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ അവർക്കറിയാം ക്രിസ്തു ആരാണെന്നറിയാം. അതാണ് അവർ വ്യക്തമായി നമ്മളോട് പറയുന്നത്. നീ സത്യവാനാണ്, ആരുടെയും മുഖം നോക്കാതെ നിർഭയനായ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. വ്യക്തമായി അവർക്കറിയാവുന്നതാണ് ക്രിസ്തുവിനെ കുറിച്ച്. എന്നിട്ടും കർത്താവായ യേശുനാഥനെ വെട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് കടന്നു വരുന്നത്. അവർ ഉപയോഗിക്കുന്ന നാണയത്തൊട്ട് കൊണ്ട് തന്നെ വ്യക്തമായ മറുപടി കൊടുത്ത് കർത്താവായ യേശുനാഥൻ ഇപ്രകാരമാണ് പറയുന്നത്: സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു വന്ന ഒരു ചിന്ത കൂടിയാണ്. ദൈവത്തിനുള്ളത് നമ്മൾ ദൈവത്തിന് കൊടുക്കണം. അത് ദശാംശം എന്ന രീതിയിലോ അത് മറ്റേതെങ്കിലും രീതിയിലോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളോ നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിന് കൊടുക്കേണ്ടുന്നത് കൊടുത്തു തന്നെ പോകണമെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ന് കർത്താവായ യേശുനാഥൻ തൻ്റെ സുവിശേഷത്തിലൂടെ. തീർച്ചയായും ലൗകികമായി നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, ലൗകികത ജീവിക്കുന്നതോടൊപ്പം ദൈവികത കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കൂടി കർത്താവായ യേശുനാഥൻ ഒരു ആത്മീയ ബലമായി നമുക്കിന്ന് സുവിശേഷത്തിലൂടെ പറഞ്ഞു തരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മീയതയിലേക്ക് കടന്നു വരുവാൻ യേശു ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനവും ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹാത്മ്യവും ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും നമ്മുടെ ജീവിതത്തിൽ കൊടുത്തുകൊണ്ട് ലൗകികരായി മാത്രം ജീവിക്കാതെ ദൈവത്തിന് കൂടി സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിൽ നമുക്ക് പങ്കുചേരാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവ മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാന്റെ ജീവിതത്തിൻ്റെ മാധ്യസ്ഥവും സവിശേഷാത്മകമായ ജീവിതത്തിൻ്റെ വചനവും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിൽ നമുക്ക് പങ്കുചേരാം. എഴുന്നേൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാം.
കരുണാമയനായ ഞങ്ങളുടെ കർത്താവേ, ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. പരമാർത്ഥതയും സത്യസന്ധതയും കുടുംബങ്ങളെ വർദ്ധിച്ചു വരുവാനും ഓരോരുത്തരും തങ്ങളുടെ ചുമതലകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനും ഏവരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, 9-ാം നൂറ്റാണ്ടിലെ എല്ലാ കുടുംബങ്ങളെയും പരസ്പരമുള്ള അവരുടെ ഉത്തരവാദിത്വപൂർണ്ണമായ നിലപാടുകളെ അംഗീകരിക്കുവാനും പരമാർത്ഥത്തിൽ നിർമ്മലങ്ങളായി തീരുവാനും അങ്ങനെ ആത്മീയമായ ഉണർവും അതുമൂലം വിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ വളരുവാനും ഇടയാക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങളായ ദൈവമേ, യേശുനാഥനെ ലോകരക്ഷകനായി സ്വീകരിച്ച് ഉന്നതമായ ലക്ഷ്യബോധത്തോടെ എല്ലാ മക്കളും വളർന്നു വരുവാൻ ആവശ്യമായ അറിവും സന്നദ്ധതയും കൊണ്ട് ഏവരും നിറയട്ടെ. ഇതിന്റെ എല്ലാ വെല്ലുവിളികളും ആശങ്കകളും മഹാമാരിയുടെ വെല്ലുവിളികളും എത്രയും വേഗം അകറ്റുകയും ആരോഗ്യവും ആയുസ്സും നൽകി എല്ലാവരെയും കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ഉറവിടമായ ദൈവമേ, മരണം മൂലം നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് മരിച്ചവരെയും സമർപ്പിക്കുന്നു. പാപകരങ്ങളിൽ നിന്നുളവാകുന്ന ശിക്ഷയിൽ നിന്ന് അങ്ങയുടെ കരുണയാൽ മോചിതരായി അങ്ങയുടെ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തതെങ്കിൽ കാരണത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
പരിശുദ്ധമാക്കണേ ഈ ബലിവസ്തുക്കൾ. വൈദിക ശ്രേഷ്ഠന്റെ പ്രാർത്ഥനയാലേ പരിശുദ്ധമാക്കണേ ഈ ബലിവസ്തുക്കൾ. സഹോദരരെ, നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, സ്വതന്ത്ര മനസ്സോടെ ദാനങ്ങൾ ആദരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അങ്ങേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങും നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയതും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽപിതാവേ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്ത് കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായ അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ചവിടുന്ന മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാൽ
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കിയവനേ, അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത കൃതജ്ഞത പ്രകാശിപ്പിച്ച് കുറിച്ച് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും വാങ്ങി എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇതും നിങ്ങൾ എന്നോർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമംഗം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മെത്രാനോടും വൈദിക ഗണത്തോടും മറ്റു സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥാനോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചു. വത്സല മക്കളായ നമുക്ക് നമ്മുടെ എല്ലാ നിയമങ്ങളും ദൈവിക സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർന്ന് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. ആത്മാവൻ
ക്രൂശിനെ നോക്കി ഞാൻ നിന്നിടുന്നു. തിരുനാമം ചൊല്ലി ഞാൻ തേങ്ങിക്കരഞ്ഞിടും. അകതാരിലലിയാൻ കൃപയേകണേ. തിരുനാമം ചൊല്ലി ഞാൻ തേങ്ങിക്കരഞ്ഞിടും. അകതാരിലലിയാൻ കൃപയേകണേ. സ്വർഗീയ ഭവനത്തിൻ വാതിൽ മുട്ടി ഞാനെന്റെ നാഥനെ കാൺമാൻ. സ്വർഗീയ ഭവനത്തിൻ വാതിൽ മുട്ടി ഞാനെന്റെ നാഥനെ കാൺമാൻ. സ്നേഹത്തിൻ വാതിൽ തുറന്നു ഞാനെന്റെ നാഥനെ കണ്ടു. സ്നേഹത്തിൻ വാതിൽ തുറന്നു ഞാനെന്റെ നാഥനെ കണ്ടു. സ്നേഹമുള്ളവരെ, നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള കുംബ്രിയ തിരുനാൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി 2 വ്യക്തികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരാഴ്ച കൂടി നമ്മൾ നൽകുകയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ വയ്ക്കാവുന്നതാണ്. അപേക്ഷയിന്മേലായിരിക്കും പിന്നീടുള്ള പ്രത്യേക നടപടികളെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത വർഷത്തേക്ക് അമലോത്ഭവ മാതാവിൻ്റെ കുംബ്രിയ തിരുനാൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി 2 വ്യക്തികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ഈ ഒരാഴ്ച കൊണ്ട് അപേക്ഷ പള്ളി ഓഫീസിലോ എൻ്റെ കയ്യിലോ ഏൽപ്പിക്കാവുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ സജീവമായിട്ട് എല്ലാ കുടുംബാംഗങ്ങളും ഏറെ പ്രത്യേകിച്ച് നമ്മുടെ അവസാനത്തെ പ്രോജക്റ്റായ ദശാംശത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേക നന്ദിയും അറിയിക്കുകയാണ്. തുടർന്നും നമ്മൾ പറയുന്നത് പോലെ 2022 വരെ പ്രോജക്റ്റ് നന്നായിട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും നമ്മുടെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ദൈവ നിയോഗമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകം അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉത്ബോധിതരുമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭോഗവൻ ദിവ്യബലി സമാപിച്ചു. ഇന്നത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ 9ാം കുടുംബിയുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച 10ാം യൂണിറ്റാണെന്ന് അറിയിക്കുകയും ചെയ്യും. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.